ഗുഡ് മോർണിംഗ്. ഇന്ന് സ്കൂൾ തുറന്നിട്ടുള്ള രണ്ടാമത്തെ ദിവസമാണ്. എല്ലാ വീട്ടമ്മമാരും ഭയങ്കര ബിസി ആയിരിക്കും. രാവിലെ ഒരു ഓട്ടപ്പാച്ചിൽ തന്നെ ആയിരിക്കും അല്ലേ? ഇവിടെ ഞാനും നല്ല ബിസിയാണേ. തലേന്ന് മീനൊക്കെ വെട്ടിക്കഴുകി വെച്ചത് കൊണ്ട് മീൻകറി എളുപ്പത്തിൽ വെക്കാൻ പറ്റി. പിന്നെ ബ്രേക്ക്ഫാസ്റ്റിന് ദോശയാണ് എടുക്കുന്നത്. നമ്മുടെ ഗ്യാസ് സ്റ്റൗവിൻ്റെ 3 അടുപ്പുള്ളത് 3ഉം രാവിലെ നല്ല ബിസിയാണ്. നല്ല കട്ടപ്പണിയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. തോരനായിട്ട് കുറച്ച് ചെറുപയറും കടലയും എല്ലാം കൂടെ മുളപ്പിച്ചിരുന്നു. അതെല്ലാം കൂടെയാണ് തോരനും കൂടെ വെക്കുന്നത്. നമുക്കിന്ന് കുഞ്ഞുമാവയ്ക്കും ഹസ്ബൻഡിനും മോനും ഞാനും ഒക്കെ പോകുന്നത് കൊണ്ട് രാവിലെ തന്നെ അടുക്കളയിലെ ജോലി തീർക്കുന്നത് വളരെ വലിയൊരു ടാസ്ക് തന്നെയാണ്. അങ്ങനെ നമ്മുടെ മീൻകറി ഏകദേശമൊക്കെ ഒന്ന് തിളച്ച് നല്ലപോലെ വന്നപ്പോൾ ഇനി കറിവേപ്പിലയൊക്കെ കൂടെ ഇട്ട് നല്ലപോലെ ഒന്നുകൂടെ തിളപ്പിച്ച് കഴിഞ്ഞ് ഇതങ്ങോട്ട് മാറ്റി വെക്കണം. ഇത് മാറ്റി വെക്കാൻ വെയിറ്റിങ്ങിലാണ് അടുത്ത സാധനം ഗ്യാസിൻ്റെ അടുപ്പിൽ കയറാനായിട്ട്. രാവിലെ 3 അടുപ്പ് പോരാന്ന് വരെ നമുക്ക് തോന്നും. കാരണം ഓരോന്നും എടുക്കാനായിട്ട് അത്രയ്ക്ക് നമുക്ക് ബിസിയാണേ. അങ്ങനെ തോരനും റെഡിയാക്കിയിട്ടുണ്ട്. ഓരോരോ ദോശ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഞാൻ എളുപ്പത്തിന് വേണ്ടി 2ഉം 3ഉം ഒക്കെ ഒരുമിച്ച് കോരി ഒഴിക്കാനായിട്ട് തുടങ്ങി. ഈ ഒരു ദോശ നമ്മുടെ അരി ഉഴുന്നിൻ്റെ സാദാ ദോശ. ഇത് കൂടാതെ ഓട്സ് കൊണ്ടുള്ള ദോശയും കൂടി ഇനി ഉണ്ടാക്കണം. അതിനാണ് ഞാൻ ധൃതി വെക്കുന്നത്. പ്രശാന്തേട്ടന് ഉച്ചയ്ക്ക് ഓട്സിൻ്റെ ദോശയാണ് കഴിക്കാൻ കൊടുത്തു വിടാറുള്ളത്. അപ്പം ഇനി ഇതേ ഓട്സ് ദോശ ഞാൻ ഓട്സും തേങ്ങയും ജീരകവും ഉള്ളിയും കൂടെ ഒക്കെയാണ് അരയ്ക്കുന്നത്. അരച്ച് കഴിയുമ്പോൾ അത് നമ്മൾ കോരി ഒഴിക്കും. ഇതിന് പെട്ടെന്ന് തന്നെ സെറ്റാവുന്നൊരു ദോശയാണ് ഓട്സ് ദോശ. എല്ലാം ഉണ്ടാക്കുന്നതിനേക്കാളും പാടാണ് പാക്കിങ്. ഇത് ഓരോ പാത്രവും കഴുകിയെടുത്ത് പരുവത്തിനൊത്തത് കഴുകിയെടുത്തിട്ട് എല്ലാം പാത്രത്തിലാക്കുന്ന വലിയൊരു ജോലി തന്നെയാണ്. രാവിലെ ദോശയ്ക്ക് കഴിക്കാനായിട്ട് സാമ്പാർ ഉണ്ടാക്കാൻ നോക്കിയപ്പോൾ കഷ്ണങ്ങളൊക്കെ വളരെ കുറവാണ്. പിന്നെ ഉള്ള സവാളയും വെണ്ടയ്ക്കയും ഒക്കെ എടുത്ത് ഞാനങ്ങ് എളുപ്പം സാമ്പാർ ഉണ്ടാക്കുകയാണ്. ചിലരുണ്ട് എല്ലാ പെർഫെക്റ്റായിട്ടുള്ള കഷ്ണങ്ങളുണ്ടെങ്കിൽ മാത്രമേ സാമ്പാർ ഉണ്ടാക്കത്തുള്ളൂ. ഞാൻ അങ്ങനെ അല്ല കേട്ടോ. എനിക്കൊരു സവാളയും കിഴങ്ങും ഒക്കെ തന്നെ ഉണ്ടെങ്കിൽ തുമരയിട്ട് ഞാനതൊരു സാമ്പാറാക്കി മാറ്റും. അങ്ങനെ നമ്മുടെ ഓട്സ് ദോശയും ആയിട്ടുണ്ട്. അങ്ങനെ മീൻകറിയും തോരനും ഒക്കെ പാക്ക് ചെയ്തു. ഇനി സാമ്പാറൂടെ ആക്കിയിട്ട് അതുകൂടെ എടുക്കേണ്ടതുണ്ട്. ഉണ്ടാക്കുന്നതിനേക്കാളും വലിയ പാടാണ് ഓരോ പാത്രവും കണ്ടുപിടിച്ച് പാക്ക് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ എല്ലാവരും നല്ല ബിസി ആയതുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഓക്കെ, നന്ദി.